അപ്പോൾ മലപ്പുറത്തൊക്കെ അത്യാവശ്യം UK സ്കോളർഷിപ്പ് കിട്ടുന്നതും മലപ്പുറത്ത് തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് കണ്ടിരുന്നു. 100% UK സ്കോളർഷിപ്പ് കിട്ടിയത് ഹൈലൈറ്റ് ചെയ്തിരുന്നു. അത് മലപ്പുറത്ത് തന്നെയാണെന്ന് തോന്നുന്നു. മലപ്പുറത്തും കോഴിക്കോടൊക്കെ ആയിട്ട് വരുന്നത് നല്ല പാസ് റേറ്റ് ഉള്ളത് നിങ്ങളുടെ നാട്ടിലാണ്. ആദ്യം കുറച്ച് കുറവായിരുന്നു മലപ്പുറത്ത്. മലപ്പുറത്ത് സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതെ അതെ, ഒരു സാക്ഷരത എന്താ പറയാ, നിങ്ങൾ പാസ് റേറ്റ് കുറവായിരുന്നു. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയാന്ന് വിചാരിക്കുന്നു. ഒരു ഇൻട്രസ്റ്റ് ഓൾറെഡി ഉള്ളിൽ ബട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഫൈൻഡ് ചെയ്യുക. അതിനെ തുടർന്നിട്ടുള്ള എന്ത് ചെയ്താൽ എവിടെ പോയി പഠിക്കാം. പൈലറ്റിന് പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ മലപ്പുറത്തൊക്കെ ഒരു പൈലറ്റിന് ഒരു ഫീമെയിൽ ഒരു കുട്ടി പൈലറ്റായി വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏത് ക്ലാസ്സിൽ നിന്ന് വരണമെന്ന് അറിയില്ല. പക്ഷെ അത് അടുത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഉള്ളിലൊരു സംഭവമുണ്ട്. നല്ല പാസ് റേറ്റ് ഉള്ളത് നിങ്ങളുടെ നാട്ടിലാണ്. ആദ്യം കുറച്ച് കുറവായിരുന്നു മലപ്പുറത്ത്. മലപ്പുറത്ത് സക്സസ് റേറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ കുറവാണ്. അതെ അതെ, ഒരു സാക്ഷരത എന്താ പറയാ, നിങ്ങൾ പാസ് റേറ്റ് കുറവായിരുന്നു. ശരിയല്ലേ? ഞാൻ പറഞ്ഞ ശരിയാന്ന് വിചാരിക്കുന്നു. പക്ഷെ ഇപ്പോൾ വ്യത്യാസം വന്നിട്ടുണ്ട്. ഇപ്പം ഏറ്റവും കൂടുതൽ പാസ് റേറ്റ് ഉള്ളത് മലപ്പുറത്താണ്. അപ്പോൾ മലപ്പുറത്തൊക്കെ അത്യാവശ്യം UK സ്കോളർഷിപ്പ് കിട്ടുന്നതും മലപ്പുറത്ത് തന്നെയാണ്. ഇപ്പോൾ റീസെൻ്റ്ലി ഒരു ന്യൂസ് കണ്ടിരുന്നു. 100% UK സ്കോളർഷിപ്പ് കിട്ടിയത് ഹൈലൈറ്റ് ചെയ്തിരുന്നു. അത് മലപ്പുറത്ത് തന്നെയാണെന്ന് തോന്നുന്നു. മലപ്പുറത്തും കോഴിക്കോടൊക്കെ ആയിട്ട് വരുന്നത്. അപ്പോൾ നിങ്ങളുടെ നാട്ടിലായാലും ഒരുപാട് അപ്പോൾ പിള്ളേർ അതിന് ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് കഴിവുണ്ട്, പക്ഷെ ഇത് എവിടെ നിന്ന് പോയി പൊസിഷൻ ചെയ്യണം എന്നുള്ളത് അറിയില്ല. അത് നല്ല രീതിയിലൊരു ഡയറക്ഷൻ എന്താ പറയുക, ഒരു അഡ്വൈസ് ഒക്കെ എടുക്കുന്നത് നല്ലതാണ്. കൺസൾട്ടൻറ്റിൻ്റെ ഒക്കെ യൂസ് വരുന്ന അവിടെയാണ്. എവിടെ ഞാൻ പഠിക്കണം, ഏതാണ് എനിക്ക് ബെസ്റ്റ് റൂട്ട്, അവിടെയാണ് ഒരു കൺസൾട്ടൻറ്റിന് വലിയൊരു ഇമ്പോർട്ടൻറ്റ്. വെറും ഏജൻറ്റ് ആയി കഴിഞ്ഞാൽ കാര്യമില്ല. ഈ പലരും ഏജൻറ്റിൻ്റെ അടുത്ത് പോയി മുട്ടുന്നത്, ആ പ്രശ്നം. ഏജൻറ്റും കൺസൾട്ടൻറ്റും വ്യത്യാസമുണ്ട്. ഏജൻറ്റ് അവർക്ക് ഒരു യൂണിവേഴ്സിറ്റിയുടെ ബൈ പ്രൊഡക്റ്റ് ആവാനേ പറ്റുള്ളൂ. പക്ഷേ ആസ് എ കൺസൾട്ടൻറ്റ് അവർക്ക് എല്ലായിടത്തും ഡയറക്റ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. ആ വ്യത്യാസം. അപ്പോൾ അത് ഈ +2 കഴിഞ്ഞ കുട്ടികൾ നിർബന്ധമായിട്ടൊരു കൺസൾട്ടിങ് നല്ലതാണ്. അത് നമ്മളിപ്പോൾ ഇപ്പോൾ എൻ്റെ ഒരു സുഹൃത്ത് ചെയ്യുന്നുണ്ട്. ഒരു സോഫ്റ്റ്വെയർ ഒരു സംഭവം കൊണ്ടുവന്നിട്ടുണ്ട്. നല്ലൊരു ഇനീഷ്യേറ്റീവാണ്. അപ്പോൾ ഞാൻ പുള്ളിയിട്ടിരുന്നപ്പോൾ എനിക്ക് മനസ്സിലായത് ഒരു സൈക്കാട്രിക് അസസ്മെൻറ്റ് എന്ന് അതിനെ പറയാം. അപ്പോൾ എന്ന് വെച്ചാൽ അക്കാഡമിക് ലെവലിൽ അവരുടെ ഒരു എബിലിറ്റി ചെക്ക് ചെയ്യുക. ഒന്നുമില്ല, ഒരു 100 to 150 ഒരു എൻ്റെ ഓർമ്മയിൽ ആ ക്വസ്റ്റ്യൻസ് ഒന്ന് അറ്റൻഡ് ചെയ്താൽ മതി. വേറെ ഒന്നുമില്ല. ഞാൻ വിചാരിച്ചു ഒരുപാട് 1-to-1 ടോക്ക് ഉണ്ട്. അതൊന്നുമില്ല. നല്ല രസമായിട്ട് അതാളാ ഒരു സോഫ്റ്റ്വെയർ ഉണ്ടാക്കിയിട്ടുള്ളത്. സോഫ്റ്റ്വെയർ പോലെ വെച്ചൊരു ആപ്ലിക്കേഷൻ, ഒരു വെബ് ആപ്ലിക്കേഷൻ. ജസ്റ്റ് ഒന്ന് സൈൻ ചെയ്ത് കയറുക, എന്നിട്ട് ഫ്രീ ആണ്. ഇപ്പോൾ ഫോർ ദ ടൈം ബീങ് ആൾ ഫ്രീ ആക്കിയിട്ടുണ്ട്. പക്ഷേ ആളൊരു റവന്യൂയിൽ കൊണ്ടുവരുന്നുണ്ട്, അതിലൊരു ചാർജസ് വരും. അപ്പോൾ നല്ലൊരു കോൺസെപ്റ്റ് അല്ലേ? കാരണം നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും അതൊന്നും ഉണ്ടായില്ല. ഞാനൊക്കെ പഠിക്കുന്ന സമയത്ത് കോമഡിയാണ്. എനിക്ക് പാരാമെഡിക്കലിൽ പോകണമെന്ന് വലിയ ആഗ്രഹം ഉണ്ടായിരുന്നതാണ്. പക്ഷേ ഇത് നീറ്റ് എന്താണെന്ന്, അന്ന് നീറ്റല്ല, അത് ഓൾ കേരള ടെസ്റ്റ് ആയിരുന്നു. അന്ന് അതിനെ പ്രാക്ടീസ് ചെയ്യുന്ന പോലും നമുക്ക് സ്കൂളിൽ പറഞ്ഞു തന്നിരുന്നില്ല. ഈവൻ ഞാനിപ്പോഴും ആ സ്കൂളിൽ പോകുമ്പോഴും ഞാൻ പ്രിൻസിപ്പളായിട്ടൊക്കെ ഇരിക്കുമ്പോഴും പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ പഠിച്ചിരുന്ന അതേ ഒരു രീതി ഇപ്പോഴും പോകുന്നുണ്ട്. ഇവിടുത്തെ പേരൻസിനും അവിടുത്തെ പിള്ളേർക്കും അറിയില്ല എന്താണ് നീറ്റ്, എന്താണ് എൻട്രൻസ് എന്ന് പോലും അറിയില്ല. പക്ഷെ അവർക്ക് ഡോക്ടറാക്കണം. അപ്പോൾ അതാ പ്രശ്നം. ഡോക്ടറാക്കണമെങ്കിൽ നീറ്റ് എഴുതണം. MBBS പഠിക്കുന്ന നീറ്റ് എഴുതുന്നുള്ള പലർക്കും അറിയില്ല. അപ്പോൾ എനിക്ക് റീസെൻ്റ്ലി ഒരു എൻക്വയറി വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ മകളെ ഡോക്ടറാക്കണം. അപ്പോൾ ഈ കഴിഞ്ഞ കൊല്ലം ഇതേപോലെ എനിക്ക് വന്നിരുന്നു. അപ്പോൾ കഴിഞ്ഞ കൊല്ലം നീറ്റിൻ്റെ വിഷയങ്ങളുണ്ടായിരുന്നു. പേപ്പർ ചോർന്നിട്ടുള്ള വിഷയങ്ങളും മാർക്കിൽ പല ക്രമക്കേടുകളൊക്കെ വന്നിട്ടുള്ള വിഷയം ഉണ്ടായിരുന്നു. അപ്പോൾ ആ സമയത്തൊക്കെ പലരും അറിയും ഇതെന്താ സംഭവം, നീറ്റ് ഇതെന്താ ആകെ ബഹളമാണല്ലോ. പിന്നെയാണ് മനസ്സിലാവും ഇത് മെഡിക്കലായി ബന്ധപ്പെട്ട് എന്തോ ആണ്. അപ്പോൾ ഡോക്ടർ ആവണം എന്നുള്ളത് എന്താ പറയുക, അതിൻ്റെ ഒരു എലിജിബിലിറ്റി എക്സാമായി നടക്കണം എന്നുള്ളത് ബഹളം കാണുമ്പോഴാണ് മനസ്സിലാവുന്നത്. അതുപോലെ നീറ്റിൻ്റെ കുറേ ന്യൂസുകൾ ഇനി പ്രസിദ്ധീകരിച്ചു, അല്ലെങ്കിൽ നീറ്റ് എക്സാം നടക്കാൻ പോകുന്നു എന്നൊക്കെ ന്യൂസ് കാണുമ്പോൾ ഇതെന്താ സംഭവം നീറ്റ്, ഇത് നിങ്ങളെ മകൾ ഇതിന് ചേരേണ്ടതായിരുന്നു, പക്ഷെ നിങ്ങൾക്ക് ആഗ്രഹം തന്നെ ആയിരുന്നു, പക്ഷെ നിങ്ങൾ എഴുതിയില്ല. അപ്പോൾ എൻക്വയറി വന്നപ്പോൾ നീറ്റ് എഴുതണമല്ലേ, അത് നീറ്റ് എഴുതാം, പക്ഷെ ഞങ്ങൾ അറിഞ്ഞില്ല നീറ്റ് എഴുതാം എന്നുള്ളത്. നിങ്ങൾ അറിയണ്ടേ? ഇത് +2 +1 10ാം ക്ലാസ് മുതലേ പ്രാക്ടീസ് ചെയ്ത് തുടങ്ങണം. പിള്ളേരെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നത് ഇത് നോർത്തിലൊക്കെ അവർ 8ാം ക്ലാസ് മുതൽ തന്നെ പ്രാക്ടീസ് ചെയ്യിപ്പിക്കുന്നുണ്ട് നീറ്റ് കോച്ചിങ്. അതായത് മീൻസ് 8 എന്നുള്ളത് ഒരു തള്ളിപ്പറഞ്ഞതല്ല, 8-9 ക്ലാസ് മുതൽ ഇതിനെപ്പറ്റി അറിയാം. +2 കഴിഞ്ഞ് അവർക്ക് ഇത് ഇന്ന ടെസ്റ്റ് ഉണ്ട്, ഈ ടെസ്റ്റ് കഴിഞ്ഞ് ഇത്ര കട്ട് ഓഫ് ഇത്ര കിട്ടണം, എന്നാലാണ് ഗവൺമെൻറ് സീറ്റിൽ കിട്ടുള്ളൂ, അല്ലെങ്കിൽ മാനേജ്മെൻറ്റ്. ഇത് നല്ല രീതിയിൽ ഇൻഫോംഡ് ആണ് അവർ. ഒരു അവയർനെസ് ഇല്ലാത്തതുകൊണ്ട് നല്ല രീതിക്ക് ബാധിച്ചിട്ടുണ്ട്. ഇപ്പൊ പഴയതിനേക്കാളെ കുറച്ച് മാറ്റമുണ്ട്. ഇപ്പൊ ഞാൻ പറഞ്ഞത് ഞാൻ പഠിക്കുന്ന സമയത്തൊന്നും കിട്ടിയില്ല എന്നായിരുന്നു. അപ്പോൾ എഡ്യൂക്കേഷണൽ കൺസൾട്ടിങ് നിർബന്ധമാണ്. അവിടെയാണ് അതിൻ്റെ ഒരു പ്രാധാന്യം വരുന്നത്. അപ്പോൾ പുള്ളി ചെയ്യുന്ന ഒരു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്ര ക്വസ്റ്റ്യൻസ് അറ്റൻഡ് ചെയ്യുക. ഇത് അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അറ്റ് ദ എൻഡ് ഒരു റിസൾട്ട്, ഒരു ഗ്രാഫിക്കൽ പ്രസൻറ്റേഷൻ ആൾ കൊണ്ടുവരുന്നുണ്ട്. ഇപ്പോൾ പാരൻസിന് അതിൻ്റെ റിപ്പോർട്ട് കൊടുക്കുക. ആ റിപ്പോർട്ട് കൊടുക്കുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആൾ ഇന്ത്യൻ്റെ മേഖലകളിൽ ഇയാൾ ഓക്കെയാണ്. അപ്പോൾ ചോദ്യങ്ങൾക്ക് ഞാനൊരു സാമ്പിളിന് വേണ്ടിയിട്ട് ഞാൻ ചെയ്തിരുന്നു. ഒരു നല്ല ക്യൂരിയോസിറ്റിയുടെ പുറത്ത് ഞാൻ ചെയ്ത് നോക്കിയപ്പോൾ നല്ല രസമുള്ള ക്വസ്റ്റ്യൻസ് ആണ്. അത് നമ്മൾ ആ ക്വസ്റ്റ്യൻസിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ മനസ്സിലാവും ഇത് ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ആൾ സച്ച് ഡിഫറെൻറ്റ്, ഒരു ബ്രില്യൻ്റ് ആയിട്ടുള്ള നല്ല ബ്രില്യൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ചെയ്തിട്ടില്ല. നമ്മൾ ആ ചോദ്യത്തിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും അത്.
അപ്പോൾ അതിലെ ക്വസ്റ്റ്യൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ അവിടെ ഒരു പ്രോഗ്രാം നടക്കുന്നു, ആ പ്രോഗ്രാമിൽ നിങ്ങൾ ആ വഴിയിലൂടെ നടന്നു പോകുന്നു, ഒരു സയൻസ് റിലേറ്റഡ് ആയിട്ടുള്ള പ്രോഗ്രാമാണ്. അപ്പോൾ അത് പ്രത്യേകിച്ച് സയൻസ് നിങ്ങൾ അങ്ങനെ നടന്നു പോകുകയാണെങ്കിൽ ആ പ്രോഗ്രാമിലേക്ക് ജസ്റ്റ് ഒന്ന് എത്തി നോക്കൂ, അല്ലെങ്കിൽ നിങ്ങൾ അവിടെ ഇരിക്കാൻ ചാൻസ് ഉണ്ടോ, വിച്ച് മീൻസ് അത് സയൻസിനോടുള്ള ഇൻട്രസ്റ്റ് ഉണ്ടോ എന്ന് ചെക്ക് ചെയ്യുന്ന ഒരു എക്സാമ്പിൾ ഞാൻ പറഞ്ഞത്. അതുപോലെ തന്നെ ഈ പല സബ്ജക്റ്റുകൾ ഫിസിക്സ് ആണെങ്കിലും അങ്ങനെ ഓരോന്ന് എടുത്തെടുത്ത് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഒരു ഫോട്ടോഗ്രാഫി, ഒരു നല്ലൊരു സ്ഥലം കണ്ടു, അപ്പോൾ നിങ്ങൾക്ക് അത് കണ്ടു കഴിഞ്ഞാൽ മൊബൈൽ എടുത്ത് ഫോട്ടോ എടുക്കാൻ തോന്നാറുണ്ടോ, അതോ അത് അങ്ങനെ ഏത് ടൈപ്പ് ഫോട്ടോസ് എടുക്കുക എന്ന് വെച്ചാൽ അവരുടെ ഇൻട്രസ്റ്റ് ഒന്ന് അളക്കുന്നതാണ്. അത് ഒരുപാട് സെഷൻസിലാണ് വരുന്നുണ്ട്. അങ്ങനെ ഒരു 120 ക്വസ്റ്റ്യൻസ് നല്ല ഇൻട്രസ്റ്റിംഗ് ആണ്. അത് ആൻസർ ചെയ്യാൻ തന്നെ നമുക്ക് ഭയങ്കര ഇഷ്ടമായിരിക്കും. അപ്പം നമ്മൾ ലൈഫ് ഞാനാണല്ലോ ഇത്, ഞാൻ ഈ ടൈപ്പാണ്, ഞാൻ ഈ ടൈപ്പാണ്, ഓക്കെ അത് കുത്തി ഓക്കെ. അടുത്തടുത്ത് നോക്കുമ്പോൾ നിങ്ങൾ ഒരുപാട് പേര് കൂടിയെന്ന് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ നിന്ന് മാറാൻ ശ്രമിക്കുന്ന ആളാണോ, ഒരു ഇൻട്രോവേർട്ട് എക്സ്ട്രോവേർട്ട് പലതും ചെക്ക് ചെയ്യുന്നുണ്ട് അതിൽ. അപ്പോൾ അതിനനുസരിച്ച് ഒരു ഗ്രാഫിക്കൽ ഒരു പ്രസൻറ്റേഷൻ ഞാൻ പറഞ്ഞല്ലോ, അവർ ഏത് സൈഡിലാണ് എബിലിറ്റി കൂടുന്നുണ്ടെങ്കിൽ അതിനനുസരിച്ച് അവർക്ക് പോയിന്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ അടുത്ത ഒപ്പീനിയൻസ് എടുക്കുന്ന ആളാണോ, അപ്പോൾ നിങ്ങൾ ഒരു സ്റ്റേജ് കിട്ടിക്കഴിഞ്ഞാൽ ആ സ്റ്റേജിൽ പെട്ടെന്ന് കയറോ അതോ മെല്ലെ കയറോ അത് ചോദിച്ചിട്ട് കയറോ, അത് നല്ലോണം സമയം എടുത്തിട്ട് കയറോ, ഇപ്പം എന്ന് വെച്ചാൽ ഒരു വിൽ പവർ ചെക്ക് ചെയ്യുക എന്നുള്ളതാണ്. അപ്പോൾ ആളുടെ ഒരു എബിലിറ്റി മൊത്തത്തിൽ ചെക്ക് ചെയ്യാവുന്ന ഒരു അസസ്മെൻ്റ് ആണത്. നല്ല രസകരമായിട്ട് തോന്നിയത്. അപ്പോൾ അതൊക്കെ ഒന്നുമില്ല, ഒരു ചിലവുമില്ല. ആളെ അപ്രോച്ച് ചെയ്യുക, അതെടുക്കുക, ലോഗിൻ ചെയ്തിട്ട് ആ ഒരു ഓപ്പർച്യൂണിറ്റി ആൾ ഓപ്പൺ ആക്കി തന്നിട്ടുണ്ട്. അത് പലർക്കും അറിയില്ല, അത് വലിയ കാര്യമായിട്ട് ചെയ്യുന്നില്ല, ഇത് എത്ര പേര് ചെയ്യുന്നതെന്ന് നമുക്കറിയില്ല കൺസൾട്ടൻസ്. അപ്പോൾ അത് കൺസൾട്ടിങ്ങിൻ്റെ ഒരു ഭാഗമാണ്. അപ്പോൾ ഇതെടുക്കുകയാണെങ്കിൽ നമുക്ക് ഏത് കോഴ്സിന് തിരഞ്ഞെടുക്കാം, ഏത് മേഖലയാണ് എന്നുള്ള നമുക്കൊരു ധാരണ ഉണ്ടാവും. ഇത് പേരൻസിനും കൊടുക്കുന്നുണ്ട്, പിന്നെ പേരൻസ് ഇത് വെച്ചിട്ടൊന്ന് അനലൈസ് ചെയ്താൽ മതി. ഓക്കെ, നമുക്ക് നല്ലൊരു ജെന്യുവിനായിട്ട് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അവർക്ക് ഫോർവേഡ് ചെയ്യാം. എൻ്റെ അഭിപ്രായത്തിൽ അത് വളരെ യൂസ്ഫുള്ളാണ്. അത് ആ ടൈപ്പൊക്കെ യൂസ് ചെയ്യുന്നത്. ഇപ്പം നമ്മൾ പഠിക്കുന്ന സമയത്തൊന്നും അങ്ങനെ സംഭവമില്ല. ഇപ്പോൾ കരിയർ ഗൈഡൻസ് എന്ന് പറഞ്ഞിട്ടൊക്കെ ഇടും. അപ്പോൾ ആ ഏജിൽ നമുക്ക് എന്ത് കരിയർ ഗൈഡൻസ്, +2 കഴിഞ്ഞ് സ്ഥലം വിടാം, ഇനി അടുത്ത പരിപാടി നോക്കാം, ഇനി ഒരു കൊല്ലത്തേക്ക് പഠിപ്പില്ല എന്നുള്ള മൈൻഡാണ്. പിന്നീട് നമുക്ക് മനസ്സിലാവും ഒരു ഏജ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ശരിക്കും ഇപ്പോഴും പല ആളുകൾക്കും അറിയില്ല അവർക്ക് എന്താ വേണ്ടത്. ശരിക്കും അവർ ചിലപ്പോൾ എന്തെങ്കിലുമൊക്കെ ഒരു ഫേമിൽ സെറ്റ് ആയിട്ടുണ്ടാവും, ഒരു എന്താ പറയുക എന്തെങ്കിലുമൊക്കെ രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ടാവും. പക്ഷെ എന്നിരുന്നാലും ഇത് ശരിക്കും എൻ്റെ പാഷനാണോ, ഇതന്നെയാണോ എനിക്ക് വേണ്ടിയിരുന്നത്, അങ്ങനത്തെ കൺഫ്യൂഷൻസ്. പിന്നെ ഒരു 25 വയസ്സ് 26 വയസ്സൊക്കെ കഴിയുമ്പോഴാണ് ശരിക്കും അവരെന്താണ് ചെയ്യേണ്ടതായിരുന്നു എന്ന് മനസ്സിലാവുന്നതാണ്. ആ ഏജിലാണ് റിയലൈസ് ചെയ്യുക, ഇതാണ് എൻ്റെ ശരിക്കും ഫീൽഡ്, ഇതായിരുന്നു ഞാൻ വെറുതെ കഴിഞ്ഞ ഒരു 18 വയസ്സ് മുതൽ ഒരു 7 വർഷം ഞാൻ വെറുതെ കളഞ്ഞു എന്നുള്ളത് ഒരു റിയലൈസിങ് വരുന്നത് 25 വയസ്സിലാണ്. ഒരു 28 വയസ്സ് 30 ആകുമ്പോഴത്തേന് ഏകദേശം സ്റ്റേബിൾ ആയിട്ടുണ്ടാവും. എന്നാണോ നമ്മളത് തിരിച്ചറിഞ്ഞത് അതായിരിക്കും ആളുടെ പാഷൻ. പിന്നെ ബിസിനസ് ലൈനൊക്കെ വരുന്നവർ ചിലപ്പോൾ സ്വിച്ച് ചെയ്ത് പോകും ബിസിനസ്സുകൾ. ഒരു കരിയർ സെലക്ട് ചെയ്യുന്ന ആൾക്ക് മനസ്സിലാവാതെ, ഈവൻ ബിസിനസ് ആണെങ്കിലും ഏകദേശം സെറ്റിൽമെൻ്റ് ആയിട്ടുണ്ടെങ്കിൽ അതായിരിക്കും അവരുടെ അപ് ടു ലൈഫ് എൻഡ് വരെയുള്ള ഒരു സംഭവം. പല കുട്ടികളുടെ എക്സ്പീരിയൻസ് കേട്ടിട്ടുണ്ട്, അയ്യോ ഈ കോഴ്സ് എടുത്തതിൻ്റെ ശേഷം ഇപ്പം ഡിഗ്രി ഏതെങ്കിലും ഒരു പെർട്ടിക്കുലർ കോഴ്സ് എടുത്ത് അത് കഴിഞ്ഞതിന് ശേഷം അവർ സ്ട്രഗിൾ ഡ്രോപ്പ് ചെയ്യുന്നവരുണ്ട്, ഭയങ്കര സ്ട്രഗ്ലിംഗ് ആയിട്ട്. ഇപ്പം എൻ്റെ സിസ്റ്റർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ആള് സൈക്കോളജി ആയിരുന്നു ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഫസ്റ്റ് ഇയർ അവള് ഒരു ഐഡിയ ഇല്ലാതെ പോയി എടുത്തതാ. പിന്നെ അവൾക്ക് ബുദ്ധിമുട്ടായി തുടങ്ങി. കാരണം പിന്നീട് അവൾ പറഞ്ഞു, അയ്യോ ഇത് ഭയങ്കര ടഫാണ്, ഇതെനിക്ക് ചെയ്യാൻ പറ്റണില്ല, ഈ ഒരു ലൈൻ പിടിച്ച്. ഞാൻ പറഞ്ഞു, ഇപ്പോൾ അവൾ ഡിഗ്രി കംപ്ലീറ്റ് ചെയ്ത് ഞാൻ പറഞ്ഞു, മോളെ കുറച്ചൊന്ന് ഇപ്പം നിനക്ക് ഇനി നെക്സ്റ്റ് PG പ്ലാൻ ഇല്ലാന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് പോസ് ചെയ്യ്, എന്നിട്ട് ഒന്നും കൂടി നോക്കിയിട്ട് ഏത് വേണമെന്ന് ഡിസൈഡ് ചെയ്തിട്ട് ബാക്കി നോക്കിയാൽ മതി. ഇപ്പോൾ ആള് ജസ്റ്റ് ഒന്ന് പോസ് ചെയ്ത് വെച്ചേക്കാം, PGക്ക് അഡ്മിഷൻ എടുത്തിട്ടില്ല. അപ്പോൾ അതാണ് അവസ്ഥ. എന്താ ആൾക്ക് വേണ്ടത് എന്നുള്ളത് ഇപ്പോഴും നേരത്തെ പറഞ്ഞല്ലോ, ഈ ഒരു ഓപ്പർച്യൂണിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അത് ഒരു പക്ഷേ അതിനൊക്കെ ഒരു പരിധി രക്ഷപ്പെടായിരുന്നു. തിരിച്ചറിവ് ഉണ്ടാവുന്നുള്ളതാണ് എനിക്ക് ഏതാണ് പറ്റുക എന്നുള്ളതാണ്. പാരന്റ്സ് ചിലപ്പോൾ ഒരു സജഷൻസ് തരും. ഇപ്പോഴത്തെ പാരന്റ്സ് കുറേ വ്യത്യാസമുണ്ട്, അതൊക്കെ നന്നായി അറിയും. ഇത് സ്ഥിരമായിട്ട് കേൾക്കുന്നുണ്ട്, ഇത് പാരന്റ്സ് പറഞ്ഞു കൊടുക്കാണ്ടാണ്, അത് പുഷ് ചെയ്യരുത്. പല മൂവീസൊക്കെ അതിൻ്റെ എക്സാമ്പിളാണ്. അത് ഒരു 3 Idiots എന്ന് പറഞ്ഞ മൂവി അതിൽ വലിയൊരു എക്സാമ്പിളാണ്. അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട ഒരു മൂവിയാണ് 3 Idiots. അപ്പോൾ അതിൽ അതിൻ്റെ എൻഡ് കൊണ്ടുവരുന്ന തീം മനസ്സിലായല്ലോ, ഓരോരുത്തർക്ക് ഇഷ്ടപ്പെട്ട ഫീൽഡ് ഓരോരുത്തർക്ക് സെറ്റ് ആവുന്ന തീം. അപ്പോൾ ആ മൂവിയൊക്കെ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അന്ന് തന്നെ ഞാൻ തിരിച്ചറിഞ്ഞു അത് സംഭവം അതുള്ളത് തന്നെയാണെന്നുള്ളത്. ഇപ്പോൾ അതെന്ന് മാത്രമല്ല, പല കാര്യങ്ങളും പല ടോക്കുകൾക്കും പേരൻസിനെ അത് അറിയുന്നുണ്ട്. ഇത് കുറച്ചുകൂടെ ഫോർവേഡാണ് ഇപ്പോഴത്തെ പേരൻസ്. അപ്പോൾ അവർക്കറിയാം ഇത് പുഷ് ചെയ്യേണ്ട ആവശ്യമില്ല. പക്ഷെ ഇത് പുഷ് ചെയ്തില്ലെങ്കിലും പ്രശ്നമാണ്. ഇത് പുഷ് ചെയ്തില്ലെങ്കിൽ ഇവരിഷ്ടത്തിന് അവർ പോവും. അവരുടെ ഇഷ്ടം കറക്റ്റാണെന്ന് ആർക്കറിയാം. ഞാൻ പറഞ്ഞില്ല, അസസ്മെന്റ് ഒക്കെ ഭയങ്കര ഇമ്പോർട്ടൻറ്റ് വരുന്ന അവിടെയാണ്. ഈ പേരൻസ് ഓക്കെ ലെറ്റ് ദം ഫ്ലൈ, ലെറ്റ് ദം വാട്ട് എന്ത് ചെയ്യാം, ഓക്കെ അപ്പോൾ എന്തും ചെയ്യാമെന്ന് വിട്ടു കൊടുത്തു കഴിഞ്ഞാൽ അവരൊരു സംഭവം കണ്ടെത്തിയിട്ട് വരും. അതാരെങ്കിലൊക്കെ ചിലപ്പോൾ ഇൻഫ്ലുവൻസ് ചെയ്താവും. ഈ പറഞ്ഞ സോഷ്യൽ മീഡിയയിൽ കണ്ടതാവും, ചിലപ്പോൾ ഈ സ്റ്റഡി അബ്രോഡ് കണ്ടത്, ഈ പറഞ്ഞ പോലെ ലൈഫ് സ്റ്റൈലും കണ്ടുവന്നതാവും. അല്ലെങ്കിൽ ഏതെങ്കിലും ചിലപ്പോൾ ഫോട്ടോഗ്രാഫി ആൾക്ക് ഇഷ്ടമുണ്ടാവുക, ആൾ പോയിട്ട് ബയോളജി നഴ്സിങ്ങിന് പോയിട്ട് കാര്യമില്ല, നഴ്സിങ്ങിന് പോണ ആൾ ഫോട്ടോഗ്രാഫിക്കും പോയിട്ടും കാര്യമില്ല.
പിന്നെ ഇപ്പോൾ ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഒക്കെ ഇപ്പോൾ ട്രെൻഡ് ആവേണ്ട കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കുറേ പിള്ളേർ ആവശ്യമില്ലാത്ത കോഴ്സുകളിലേക്ക് പോയി ചേർന്ന് ഒരു രക്ഷയില്ല. ഒരു ലോക്കിംഗ് വരാനുണ്ട്, 23-25 വയസ്സിനടുത്ത് ലോക്കിംഗ് വരാനുണ്ട്. ഇനി അങ്ങോട്ട് ഒരു 3 വർഷത്തെ കോഴ്സും ഇല്ല, ഇനി ബാക്കിലേക്ക് പോകാനും പറ്റില്ല. അപ്പോൾ ഒരു 6 മാസം ഇനി ഉള്ളൂ. എന്ത് കോഴ്സ് പഠിക്കും? ഇതാണ് നിങ്ങൾക്ക് കുറഞ്ഞ ചിലവിൽ നല്ലൊരു കോഴ്സ് പഠിക്കാം, ഡിജിറ്റൽ മാർക്കറ്റിംഗ്. അല്ല, അതുകൊണ്ടെല്ലാം മാത്രമല്ല ട്രെൻഡ് ആയത്. ഡിജിറ്റൽ മാർക്കറ്റിംഗ് ഷോർട്ട് കോഴ്സ് തന്നെയാണ്, അതിൽ പ്രത്യേകിച്ച് പഠിക്കാനൊന്നുമില്ല. ഒരു 2 ഈസി ഇരുന്ന ചില മൊത്തം പഠിക്കാം. അപ്പോൾ ഈ കുറഞ്ഞ ഡ്യൂറക്ഷനുള്ള കോഴ്സുകൾ വരാൻ കാര്യം ഇങ്ങനെയുള്ള ആളുകൾക്കാണ് കൂടുതൽ അത് സെറ്റ് ആവണത്. അതിൻ്റെ കാരണം നമ്മൾ തന്നെയാണ് എനിക്ക് തോന്നുന്നത്. അല്ലെങ്കിൽ എനിക്ക് തോന്നിയൊരു കാര്യമാണ് ഈ കുറഞ്ഞ ഡ്യൂറക്ഷനിൽ വരുന്നതിൻ്റെ കാര്യം. ഇങ്ങനെ ലോക്കായ കുറച്ച് ആളുകളുണ്ട്, അവരെ ഫോക്കസ് ചെയ്തിട്ട് കിട്ടണം. നേരെ മറിച്ച് ഒരു കരിയർ സെറ്റ് ചെയ്തിട്ട് അവർ നല്ലൊരു ആ ഒരു വേ കറക്റ്റായിട്ടൊരു ജേണി ആണെന്നുണ്ടെങ്കിൽ കറക്റ്റ് ഡെഡ്ലൈനിൽ എത്തും. അവർക്ക് അവരുടെ ഡെസ്റ്റിനേഷനിൽ റീച്ച് ചെയ്യാം. ഇതിനൊരു വിഷൻ ഇല്ല. ഇത് എല്ലാവരും അങ്ങനെയല്ല കേട്ടോ. അത്യാവശ്യം എൻ്റെ അറിയുന്ന പലരും എനിക്കറിയാം, എനിക്കറിയാവുന്ന പലരും കറക്റ്റായിട്ടൊരു പ്ലാനിങ്ങിൽ പോകുന്നുണ്ട്. ഇപ്പം എൻ്റെ സുഹൃത്തൊക്കെ ഒരു ചാർട്ടേഡ് അക്കൗണ്ടൻ്റ് ഒക്കെ ഉണ്ട്. അവനക്ക് കറക്റ്റായിട്ട് അറിയായിരുന്നു അവന് എവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടത്, എവിടെയാണ് എത്തേണ്ടത്. പുള്ളി ഇപ്പോൾ അതുപോലെ എത്തിയിട്ടുണ്ട്. നല്ല സ്കെയിലാണ് സാലറി സ്കെയിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നുണ്ട്. അപ്പോൾ അത് എല്ലാവരും അങ്ങനെ ഞാൻ പറയില്ല. എന്നാലും ഒരുവിധം ഒരു 70% ആളുകളും 70 അല്ല, ഒരു 90% ആളുകളും ചിന്തിക്കാൻ തന്നെയാണ് ഒരു കരിയർ സെലക്ട് ചെയ്യണത്. അപ്പോൾ നമ്മൾ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു കൺസൾട്ടിങ്ങിൻ്റെ ഒരു ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ ഇഷ്ടപ്പെട്ട ജോബ് ചെയ്യാനും നല്ല രസമാണല്ലോ, നമ്മൾ ഇഷ്ടപ്പെട്ട് പഠിച്ച്. അതെ, ഇഷ്ടപ്പെട്ട ജോലി ചെയ്യാനുള്ള കാര്യം നമ്മൾ ഇഷ്ടപ്പെട്ട തിരിച്ചറിയണമുണ്ടല്ലോ. അത് ഞാൻ പറഞ്ഞല്ലോ, ആദ്യമേ അത് ഐഡന്റിഫൈ ചെയ്യണം. ഇപ്പോൾ എന്താ പറയാ, ഇപ്പം ആളുകളെ കെയർ ചെയ്യുക, സർവീസ് കൊടുക്കുക, അങ്ങനത്തെ ഒരു ഹെൽപ്പിംഗ് മൈൻഡ് ആണെന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ പാരാമെഡിക്കലോ ഓക്കെ ആവാം. അവരത് എന്താ പറയുക, ഇൻട്രസ്റ്റ് ഒരിക്കലും പാഷനിൽ കണക്ട് ചെയ്യരുത്. കാരണം അത് ഇൻട്രസ്റ്റ് ആണ്. പിന്നെ അത് അടുത്തത് നോക്കേണ്ടത് എനിക്കിത് പഠിക്കാൻ പറ്റുമോ എന്നുള്ളതാണ്. കാരണം ബയോളജി റിലേറ്റഡ് ഒരുപാട് പഠിക്കാനുണ്ട്, ചെറുതൊന്നല്ല. ഇപ്പോൾ എനിക്ക് ഡോക്ടർ ആവണം ഭയങ്കര ആഗ്രഹം വെച്ച് സ്റ്റാർട്ട് ചെയ്ത് ഇപ്പോൾ പ്രത്യേകിച്ച് സ്റ്റഡി അബ്രോഡ് MBBS കണക്ട് ചെയ്യാൻ പോവുകയാണെന്നുണ്ടെങ്കിൽ അത്യാവശ്യം പഠിക്കാനുണ്ട്. BBS അബ്രോഡ് ഈസിയാണ്, അതാണ് വളരെ ഫീസ് കുറവാണെന്നൊക്കെ നമുക്കൊരു ഓഫർ ചെയ്യുന്നുണ്ടെങ്കിലും ഇതിൻ്റെ വലിയൊരു എഫേർട്ട് ഉണ്ട്. ഒരു ഡാർക്ക് സൈഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അത് പഠിക്കാൻ തന്നെയാണ്, അത്യാവശ്യം പഠിക്കാനുണ്ടത്. നഴ്സിംഗ് ആണെങ്കിലും പഠിക്കാനുണ്ട്, ഒപ്റ്റോമെട്രി, ഈവൻ ചെറിയ കോഴ്സുകളുണ്ട്, ഇപ്പോൾ റേഡിയോളജി, എല്ലാത്തിലും മെഡിക്കലായിട്ടുള്ള അത്യാവശ്യം പഠിക്കാനുണ്ട്. ഇത് പഠിക്കാൻ താല്പര്യമില്ലാത്ത ആളുകളാണെന്നുണ്ടെങ്കിൽ ഇത് ഇൻട്രസ്റ്റ് ഉണ്ടായിട്ടും കാര്യമില്ല. അതാണ് അസസ്മെന്റിന്റെ പ്രത്യേകത. ഇൻട്രസ്റ്റും എഫേർട്ടും കൂടെ ആൾക്കുള്ള ടൈപ്പാണ് ആൾ ചെക്ക് ചെയ്യണം. ഓക്കെ, ഇൻട്രസ്റ്റ് ഇല്ലെങ്കിൽ പിന്നെ കാര്യമില്ല. അല്ല, എഫേർട്ട് ഇല്ലെങ്കിൽ ഇൻട്രസ്റ്റ് ഉണ്ടായിട്ട് കാര്യമില്ല. അത് ഇൻട്രസ്റ്റ് ആയിട്ട് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പാരൻസിന് അങ്ങനെ ഒരു ഐഡിയ ഇല്ലെങ്കിൽ, പറഞ്ഞു കൊടുക്കാൻ പറ്റിയില്ലെങ്കിലും പ്രശ്നമാണ്. കാരണം 18 വയസ്സിൽ ഇവരിത് തിരിച്ചറിയണം. പാരൻസിൻ്റെ ഇഷ്ടത്തിന് എൻ്റെ ഇഷ്ടത്തിന് എന്തും ചെയ്തോളാം പറഞ്ഞിട്ടുണ്ടാവും, എനിക്ക് കുഴപ്പമില്ലെന്ന് ആള് പോയിട്ട് അത് മൈൻഡിൽ സെറ്റ് ചെയ്ത് നോക്കും. ഏതെങ്കിലും ഒരു കോഴ്സിന് പലരുടെ അഭിപ്രായമൊക്കെ കണ്ട് പോയി എടുത്ത്, അല്ലെങ്കിൽ പല അട്രാക്ഷൻ്റെ പുറത്തും എടുത്ത് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അത് പോയി ചേർന്നിട്ട് നേരത്തെ ആൾ പറഞ്ഞ പോലെ ലോക്കായി, അത് വേണ്ടാന്ന് തോന്നി. അവിടെയാണ് പ്രശ്നം. കാരണം ആൾ കൃത്യമായിട്ട് ഐഡന്റിഫൈ ചെയ്തിരുന്നില്ല, എനിക്കിതാണ് വേണ്ടത്. ഞാൻ പറഞ്ഞില്ലേ, 22-20 വയസ്സിന് മുമ്പേ നമുക്കൊരു പ്ലാൻ ഉണ്ടാവണം, എനിക്കിതാണെന്നുള്ളത്. അതെല്ലാവർക്കും പറ്റണമെന്നൊന്നുമില്ല. അത് ഇതിന് ശ്രമിക്കുക, എടുക്കാമല്ലോ. ഒരു ഇൻട്രസ്റ്റ് ഓൾറെഡി ഉള്ളിൽ ബട്ട് ചെയ്ത് വരുന്നുണ്ടെങ്കിൽ അതെന്താണെന്ന് ഫൈൻഡ് ചെയ്യുക. അതിനെ തുടർന്നിട്ടുള്ള എന്ത് ചെയ്താൽ എവിടെ പോയി പഠിക്കാം. ഇപ്പോൾ പൈലറ്റിന് പഠിക്കുന്ന പിള്ളേരുണ്ട്. ഇപ്പോൾ മലപ്പുറത്തൊക്കെ ഒരു പൈലറ്റിന് ഒരു ഫീമെയിൽ ഒരു കുട്ടി പൈലറ്റായി വന്നിട്ടുണ്ട്. അത് എനിക്ക് തോന്നുന്നത് എനിക്ക് ഏത് ക്ലാസ്സിൽ നിന്ന് വരണമെന്ന് അറിയില്ല. പക്ഷെ അത് അടുത്തതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ അതിന് ഉള്ളിലൊരു സംഭവം ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിനുവേണ്ടി ശ്രമിച്ചു. അതിന് എന്താ പറയുക, ഒരു ചിലപ്പോൾ ജേണി ഉണ്ടായിട്ടുണ്ടാവും. ഔട്ട് ഓഫ് സ്റ്റേറ്റ് പോകേണ്ടി വരും, ഔട്ട് ഓഫ് കൺട്രി പോകേണ്ടി വരും പഠിക്കാൻ. അതിൻ്റെ ഫ്ലൈയിങ് സെഷൻ ഉണ്ട്, അതിനുവേണ്ടി ചിലപ്പോൾ പുറത്തോട്ട് പോകേണ്ടി വരും. ഇല്ല, എനിക്ക് പുറത്ത് പോകാൻ പറ്റില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ രക്ഷയില്ല. അപ്പോൾ പൈലറ്റിൽ തിരഞ്ഞെടുക്കരുത്. ഇപ്പോൾ ചെറുപ്പത്തിൽ നമ്മൾ പറയാം എനിക്ക് പൈലറ്റ് ആവണം എന്നുള്ളത്. പറച്ചിലേ ഉള്ളൂ. അതെ, എനിക്ക് എൻ്റെ ഓർമ്മയിലാണെങ്കിൽ ആൾ യങ് ആണ്. അപ്പോൾ ആൾക്ക് അങ്ങനെ ഒരു ഫയർ ഉണ്ട്. അത് ആദ്യം ചെയ്ത ആൾ. എനിക്ക് തോന്നുന്നത് അടുത്ത സ്റ്റേജൊക്കെ ഇനി കൊമേഴ്ഷ്യൽ ഫ്ലൈയിങ്ങിലേക്കായിരിക്കാം. അപ്പോൾ അതുണ്ടാവണം, അത് ആദ്യമേ ആൾക്കുണ്ട്. പിന്നെ പാരന്റ്സും ഭയങ്കര സപ്പോർട്ടിങ് ആയിരുന്നു എന്ന് പറയുന്നത്. എന്നിട്ട് പാരന്റ് സപ്പോർട്ട് ചെയ്യട്ടെ, അത് കറക്റ്റാണ്. ഇവിടെ പാരന്റിന്റെ പിടുത്തം വിട്ടുള്ള പ്രശ്നം എന്താണെന്നറിയും. ഈ പാരന്റ്സ് കുറെ കഴിഞ്ഞ് ഇവരെ കരച്ചിൽ വരുന്നിരുന്ന് കാണേണ്ടി വരും. ഞാൻ നിർത്തുകയാണ്, എനിക്ക് ഇപ്പോൾ എബ്രോഡ് പോയിട്ട് നിർത്തുന്നവരുണ്ട്, MBBS എബ്രോഡ് പഠിക്കാൻ പോയിട്ട് നിർത്തുന്നവരുണ്ടല്ലോ, അത് നമ്മൾ അറിയുന്നില്ല. ഫെയിൽഡായിട്ട് തിരിച്ചു വരുന്നവരുണ്ട്, കോഴ്സ് കംപ്ലീറ്റ് ചെയ്യും ചിലപ്പോൾ. അതല്ലെങ്കിൽ ഇടയിൽ തിരിച്ചു വരും. നമ്മൾ വിജയിച്ച് എന്താ പറയുക, നമ്മളതേ കാണുന്നുള്ളൂ. അവർ പഠിക്കുന്നുണ്ട്, ഇങ്ങനെ ഒരുപാട് സ്റ്റോറീസിലൂടെ കാണുന്നുണ്ടെങ്കിൽ ഡ്രോപ്പ് ഔട്ട്സ് ഒരുപാട് ആളുണ്ട്. ഡ്രോപ്പ് ഔട്ട് റിസ്കുകളുണ്ട്, ഫണ്ട് പോലും കിട്ടില്ല. അപ്പൊ അങ്ങനത്തെ ഡിഫിക്കൽട്ടി അറിയുമ്പോൾ തിരിച്ചു വരുന്നവരുണ്ട്. മിഡിൽ ക്ലാസ്സിലുള്ള ഫാമിലികൾക്കൊക്കെ ഭയങ്കര മിഡിൽ ക്ലാസ്സും അതെ എല്ലാ ക്ലാസ്സും മിഡിൽ എല്ലാവർക്കും ബുദ്ധിമുട്ട് തന്നെയല്ലേ. അത് ഇത്രയും ഫണ്ട് ചിലപ്പോൾ ഡെപ്പോസിറ്റ് ഉണ്ടാവും. എബ്രോഡൊക്കെ പറയുകയാണെങ്കിൽ പ്രോസസ്സിങ് എമൗണ്ട് എല്ലാം എക്സ്ട്രാ വരുന്നുണ്ട്, ഒരുപാട് ഫണ്ട് പോകുന്നുണ്ട്. ചില നാട്ടിലാണെങ്കിൽ ഡൊണേഷൻ കൊടുത്ത് പഠിക്കുന്നവരുണ്ട്. ഞാൻ അത്ഭുതപ്പെടാറുണ്ട്, വലിയ ഡൊണേഷനൊക്കെ കൊടുത്ത് BTech ഡ്രോപ്പ് ഔട്ട് ചെയ്യുന്നവരുണ്ട്.
നല്ല കോഴ്സ് സീറ്റ് ബുക്ക് ചെയ്ത് അവിടെ കഷ്ടപ്പെട്ട് അത് തുടങ്ങുമ്പോൾ ഒക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും. അവിടെ സീറ്റ് കിട്ടി ഇവിടെ സീറ്റ് എന്നുള്ള ഇത് അവിടെ നിന്ന് അങ്ങോട്ടാ ചെയ്യണേ അവർ ശ്രദ്ധിക്കണില്ല. ഇവർ പേരൻസ് വിചാരിക്കുന്നത് ഇവർ കംപ്ലീറ്റ് ചെയ്യുന്നുള്ളതാണ്. ഇത് പല കാരണങ്ങളും ഉണ്ട്. അപ്പോൾ ഏറ്റവും കൂടുതൽ എന്താ പറയുക ഫെയിൽഡ് റിപ്പോർട്ട് വന്നത് അസസ്മെൻറ്റുകളിലെയും എക്സാമിനേഷനിൽ ഗ്ലോബലല്ല, ഞാൻ പറഞ്ഞത് നാട്ടിലത്തെ കാര്യം പറയണത്. ഇവിടെ ഏറ്റവും കൂടുതൽ അഫെയർ വലിയൊരു വിഷയമാണ്. അഫെയറും പറഞ്ഞ പോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസും സ്ക്രീൻ ടൈം കൂടുതലാവുന്നതിൻ്റെ ഒക്കെ വലിയൊരു തോൽവിയുടെ റിപ്പോർട്ട് അതാണ്. ചുരുക്കി പറഞ്ഞാൽ പ്ലസ് ടു ഏറ്റവും കൂടുതൽ അല്ലെങ്കിൽ എൻട്രൻസ് എക്സാമൊക്കെ ഏറ്റവും കൂടുതൽ തോൽക്കണ കാര്യത്തിൽ പെടുന്നതാണ് അഫെയർ, യങ് ഏജിലുള്ള അഫെയർ. അപ്പോൾ അത് വലിയൊരു വിഷയമാണ്. ഈ എഫ്ഐആർ ഒക്കെ പറയുമ്പോൾ ശരിക്കും പാരൻസിനൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്തൊരു കാര്യമാണ്. അതൊന്നും അവരുടെ കയ്യിൽ നിൽക്കുന്നതല്ല. അതിന് മാനിപ്പുലേറ്റ് ചെയ്യാൻ നന്നായി അറിയാം. ഈ പറഞ്ഞ പോലെ പാരൻസിന് ഒരു രക്ഷയില്ല. എങ്ങനെ നോക്കിയാൽ അത് കണ്ടുപിടിക്കാൻ പറ്റില്ല. ആ രീതിക്കുണ്ട്. ഇനി ഏതൊക്കെ അക്കൗണ്ട് ഏതൊക്കെ ഫോൺ മാറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അതിനുള്ള മാനിപ്പുലേഷൻ അവർക്കറിയാം. അക്കൗണ്ട് ആരെയിലൊക്കെ ഒന്നും ഫ്രണ്ട്സിൻ്റെ കയ്യിൽ അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാമല്ലോ. ഒരു മെസ്സേജ് വിടണമെങ്കിൽ ഒരു മെസ്സേജ് വിടാം. അപ്പോൾ അതൊന്നും കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത കേസാണ്. ഇപ്പോൾ അഫെയറിൽ വിടുന്നവർ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കൊരു തിരിച്ചിറങ്ങാനുള്ളൊരു വഴി അവർ കണ്ടെത്തിയില്ലെങ്കിൽ വലിയ പ്രശ്നമാണ്. ഓബിയസ്ലി അപ്പോൾ റിലേഷൻഷിപ്പാണ്, ഓബിയസ്ലി മുന്നോട്ട് പോയേക്കാം, ബ്രേക്കപ്പ് ഉണ്ടായേക്കാം. ഈ ബ്രേക്കപ്പ് ഒക്കെ വന്നു കഴിഞ്ഞാൽ ഇവരാകെ തളർന്നു പോകണം, ആകെ പ്രശ്നമാവണം, ആകെ മെൻ്റലി കുറച്ച് നാളത്തേക്ക് ബ്ലാക്ക് ഔട്ട് ആയിപ്പോൾ. ഇതിൽ ചിന്തിക്കേണ്ടതെന്ന് വെച്ചാൽ ഒരു എക്സിറ്റ് ഡോർ കണ്ടെത്താന്നുള്ളതാണ്. നിങ്ങൾ പെട്ട് കഴിഞ്ഞാൽ തന്നെ തിരിച്ചിറങ്ങാനൊരു വഴി അവർ കണ്ടെത്തിയില്ലെങ്കിൽ വലിയൊരു വിഷയമാണ്. ഒരു എക്സിറ്റ് ഡോർ നിങ്ങൾ എപ്പോഴും കാണണം. ഇത് അങ്ങനെയുള്ളവരെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ സമയമെടുക്കും തിരിച്ച് റിക്കവർ ആവാൻ. ഇവിടെ സ്റ്റഡീസ് അവിടെ പെൻഡിങ് ആണ്, പ്രത്യേകിച്ച് വലിയ വലിയ കോഴ്സുകളാണ്. അപ്പോൾ മെഡിക്കലായിട്ടുള്ള കോഴ്സുകളൊക്കെയാണ്. അപ്പോൾ 1 മാസം എടുക്കും, ചിലപ്പോൾ 2 മാസം എടുക്കും, ചിലപ്പോൾ 1 വർഷം എടുക്കും, ചിലപ്പോൾ 5 വർഷം എടുക്കും. ഇത് ഡ്യൂറേഷൻ ഇവർക്ക് തീരുമാനിക്കാം, എത്ര റിക്കവർ ചെയ്ത് റിട്ടേൺ വരാനുള്ള സമയം. പക്ഷേ എന്ന് വെച്ചാൽ ആ സമയത്തിനുള്ളിൽ അവർ കരിയറൊക്കെ ആകെ തകർന്നു പോയിട്ടുണ്ടാവും, വലിയ വിഷയത്തിലേക്ക് പോകും, ഡ്രോപ്പ് ഔട്ട് ആവും, ഇയർ ബാക്ക് വരും, വിഷയങ്ങളുണ്ടാവും. ഇത് ഒരു ദിവസം കൊണ്ട് തിരിച്ചു വരാം കേട്ടോ. അത് ഞാൻ പറഞ്ഞില്ലേ, അവർക്കൊരു എക്സിറ്റ് വഴി നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയാൽ നിങ്ങൾ പോരാനുള്ള വഴി കണ്ടുപിടിക്കണം. അത് ഇവർക്കുള്ളൊരു അഡ്വൈസ് അല്ല, ഈ പറഞ്ഞ പോലെ അതാണ് അതിൻ്റെ ട്രൂത്ത്. ഒബിയസ്ലി ബ്രേക്കപ്പ് ഉണ്ടാവാം, റിലേഷൻ ആണെങ്കിലും സക്സസ് ആയേക്കാം, ബ്രേക്കപ്പ് ആയേക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിക്ക് ഒരുപാട് കടന്നു പോയി. നമ്മൾക്ക് കൊറിയയുടെ കേസ് പറഞ്ഞു വന്നത്.